അന്തരീക്ഷത്തിൽ നിന്ന് വിഭൂതി എടുക്കുന്നത്. അത് ഇതേ രീതിയിലാണ്. അത് കണ്ടില്ല, കൈ ഇങ്ങനെ ആക്ഷൻ കാണിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ട്രിക്കൊക്കെ പറഞ്ഞുതരാട്ടോ. ഇതിപ്പോ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഇതൊക്കെ അന്ധമായി വിശ്വസിക്കുന്ന ആളുകൾ പറയും, ഇപ്പൊ നീ ഇപ്പൊ ചെയ്യുകയാണെങ്കിൽ ഈ ട്രിക്ക് ഉപയോഗിച്ച് ഒരു തവണ എടുക്കും. പക്ഷെ ഞങ്ങളുടെ ബാബ ചെയ്യുന്നത് ഒന്നിൽ കൂടുതൽ തവണ എടുക്കും. അതായത് ഇങ്ങനെ അന്തരീക്ഷത്തിലൂടെ കാണിച്ചിട്ട്. അപ്പൊ ഞാനും അതുപോലെ തന്നെ നമ്മളും ചെയ്യും. വിഭൂതി നമ്മൾ കഞ്ഞിവെള്ളം ഒഴിച്ച് ഇതേ രീതിയിൽ കുഴച്ച് ചെറിയൊരു ബോളായിട്ട് സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. കണ്ടില്ലേ, വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തുകൊണ്ട് നമ്മൾ ഇതേ രീതിയിൽ ഒരു ബോളിന്റെ രൂപത്തിലാക്കാം. വേദിയിൽ വരുന്ന സമയത്ത് ഈ ഒരു ചൂണ്ടുവിരലിന്റെയും അതുപോലെ തള്ളവിരലിന്റെയും ഇടയിൽ ഇതേ രീതിയിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ഇത് അവതരിപ്പിക്കുന്നത്. കണ്ടില്ല, നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണാൻ സാധിക്കുന്നുണ്ടോ? ഇതേ രീതിയിൽ നമ്മളിങ്ങനെ ആക്ഷൻ കാണിക്കുന്നു. മുകളിലേക്ക് കൈയിടുന്ന സമയത്ത് വീണ്ടും നമുക്ക് ഇതേ രീതിയിൽ ഇങ്ങനെ വിഭൂതി ഇങ്ങനെ എടുക്കാം. ഇനിയിപ്പോ രണ്ടാമത് എടുത്ത് എങ്ങനെയാണെന്നായിരിക്കും. ഞാനിത് ഇതേ രീതിയിൽ വിഭൂതി പ്രൊഡ്യൂസ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ നമ്മളുടെ അസിസ്റ്റന്റ് ആയിട്ട് ഉള്ള ആള് ഒരു കർച്ചീഫായിട്ട് വന്ന് നിങ്ങൾ കണ്ടു കാണും. ആൾദൈവങ്ങൾ ചെയ്യുന്നത് ഇത് തന്നെയാണ്. ഇത് ചെയ്യുന്ന സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ കർച്ചീഫായിട്ട് ഒരുപാട് ആളുകൾ അവരുടെ സഹായികൾ ഇങ്ങനെ ഓടി വരുന്ന കാഴ്ച നമുക്ക് കാണാം. അവരുടെ ആ ഒരു കർച്ചീഫിന്റെ അകത്ത് അടുത്ത ബോൾ ഉണ്ടാവും. എന്റെ സഹായി കൊണ്ടുവന്ന കർച്ചീഫിന്റെ അകത്തും അടുത്ത ഒരു ബോൾ ഉണ്ടായിരുന്നു. അതെടുത്ത് ലോഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ അവതരിപ്പിച്ചത്.